ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. കോഫി ബ്രൗൺ ആയിരുന്നു എല്ലാവരോടും ഇപ്രാവശ്യം സെലക്ട് ചെയ്ത ഡ്രസ് കോഡ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സ് വന്നില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ, ഒരു വൈറ്റ് ടോപ്പ് തലേദിവസം പോയി അങ്ങ് വാങ്ങി. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരുടെ ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ കടവന്ത്രയിലുള്ള ചാർക്കോളിലായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പം ഏതെങ്കിലും ഒരു സാറുമാർ നമ്മുടെ പേര് ലിസ്റ്റ് എഴുതിയ ഒരു പേപ്പറും കൊണ്ട് നടക്കുമായിരുന്നു. സാജു ചേട്ടനെ കാണുമ്പോൾ എനിക്ക് അതാട്ടോ ഓർമ്മ വരുന്നത്. നമ്മുടെ ചാർക്കോളിൽ ബീഫിനും ചിക്കനും സ്പെഷ്യലായിട്ട് വരുന്നത് ജമൈക്ക മന്തി ആട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബീഫ് ജമൈക്ക മന്തി ആയിരുന്നു. ബീഫ് റിബ് ജമൈക്ക മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതാട്ടോ ജമൈക്ക മന്തി. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ ഈ ചാർക്കോളിൽ നല്ല അടിപൊളി ആംബിയൻസിലും അറ്റ്മോസ്ഫിയറിലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ടയേർഡായ ഞങ്ങൾ ഓഫീസിലോട്ടാട്ടോ പോയത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇതാട്ടോ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പുൽക്കൂട്. എനിക്ക് എല്ലാ വർഷത്തേക്കാളും ഇപ്രാവശ്യത്തെ പുൽക്കൂടാട്ടോ കുറച്ചുകൂടെ. കറക്റ്റ് 2 മണിയായപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ നടക്കുന്ന ഹോളിലോട്ട് പോയപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ക്യാപ്പും സ്പെക്സും പിന്നെ നമ്മുടെ സാജു ചേട്ടനും രാഹുൽ ചേട്ടനും നല്ല അടിപൊളി പാട്ടും പാടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആരെയോ കണ്ട് പേടിച്ച് പാട്ട് നിർത്തിയ സാജു ചേട്ടനിൽ നിന്നാട്ടോ നമ്മുടെ ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് പാപ്പ ആയിട്ട് ആദിച്ചേട്ടനായിരുന്നു കേട്ടോ. ഒരു പാട്ട് കേട്ടതും കറക്കി ഡാൻസ് കളിക്കുന്ന പാവക്കുട്ടിയെ പോലെ ആദിച്ചേട്ടൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും നമുക്കൊരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ടെൻസി ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് സാറും ടെൻസി ചേച്ചിയോടും ചേർന്നായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ കിട്ടിയ കേക്കുമായി ആദിച്ചേട്ടൻ ഓടി വന്നു എൻ്റെ അടുത്ത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓരോ പ്രോഗ്രാംസ് ആയിട്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോട് കാത്തിരിക്കുന്ന ഒന്നല്ലേ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട്. നമ്മളെ ആർക്കാ കിട്ടിയത്, നമുക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടിയത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ. എന്നെ ഇപ്രാവശ്യം കിട്ടിയത് നമ്മുടെ റീന്യൂനായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയത് റഫീഖിക്കാനെ. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റുമായി ഞാൻ സീറ്റിൽ വന്നിരുന്നപ്പോഴോ വേറൊരു ചേട്ടൻ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ കേക്ക് എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചിരുന്നപ്പോൾ നമ്മുടെ ടെൻസി ചേച്ചിയുടെ കയ്യിൽ എല്ലാ വർഷവും സാർ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാറുള്ള കേക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ കേക്കും കഴിച്ച് കേക്കും വാങ്ങിയിരുന്നപ്പോഴോ ജയിച്ച ടീംസ് തോറ്റവരുടെ മുന്നിൽ കൂടെ പ്രൈസും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ആകെ പ്രോഗ്രാമിന് 4 ഗ്രൂപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും ജയിച്ചവർ കൊണ്ടുപോയി. തോറ്റവരായിട്ട് 4th ഗ്രൂപ്പായ ഞങ്ങളുടെ ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷന് നിർഭാഗ്യവശാൽ നമ്മുടെ സാജു ചേട്ടനെ കിട്ടിയ ഫ്രണ്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ വർഷവും സാറ് നറുക്കെടുത്ത് കിട്ടുന്ന ലിസ്റ്റിൽ ഇപ്രാവശ്യവും ഭാഗ്യവശാൽ സാജു ചേട്ടൻ്റെ പേരായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം മാറ്റിക്കൊണ്ട് നമ്മുടെ സെലിബ്രേഷൻ പകുതിയോളം കഴിഞ്ഞായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ സെലിബ്രേഷൻ എല്ലാം തീർന്ന് ലാസ്റ്റ് അറ്റ് ഫൈനൽ ഞങ്ങളുടെ വക കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം അതിനൊരു മുടക്കവും ഇല്ലായിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ടയേർഡായ ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസും ഫോട്ടോസും എടുത്ത് അവിടുന്ന് പിരിഞ്ഞു. എല്ലാ വർഷത്തെയും ക്രിസ്മസ് സെലിബ്രേഷൻ പോലെ ഇപ്രാവശ്യത്തെയും ക്രിസ്മസ് സെലിബ്രേഷൻ ഒരു നല്ലൊരു മെമ്മറിയായി മൈൻഡിലിട്ടുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.